ഞാൻ പറയണൊന്ന് കേക്ക്. നീ എൻ്റെ പറമ്പിൽ ഇപ്പതാ തേങ്ങ ഇട്ട് അതിന് ഞാൻ ചീത്ത വിളിച്ച്. അപ്പം നീ എന്തിനാ എന്നെ ഇങ്ങനെ കഷ്ടം? അത് എൻ്റെ പറമ്പല്ലേ. നിൻ്റെ പറമ്പാന്ന് വെച്ചാൽ എനിക്ക് തേങ്ങ ഇടാൻ പറ്റൂല. തേങ്ങ ഇടാൻ പറ്റൂല. അഥവാ ഇനി നീ എൻ്റെ പറമ്പിൽ തേങ്ങ ഇട്ടാ നിൻ്റെ തല്ലിക്കൂടെ ഞാൻ തേങ്ങ പോടാറാണ്. അല്ല പിന്നെ അങ്ങനെയാണ് ഞാൻ പോവില്ല. ഞാൻ എന്തായാലും ഇവിടെ പ്രശ്നം ഉണ്ടാക്കും. നിൻ്റെ വായിൽ ഞാൻ ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കും. മിസൈലും അയാൾക്ക് ഇവിടുന്ന് പോയിക്കോ. ഞാൻ പോവൂല. നീ പോവൂലേ? നിൻ്റെ ഇവിടെ ചന്തിക്കൊരു വെടിവെച്ച് തന്നാൽ നീ പോവോ? ചന്തിക്ക് വെടിവെച്ച് തന്നാലോ? ചന്തിക്ക് വെടിവെച്ച് തന്നാലേ ഞമ്മളിന്ന് ഇങ്ങനെ കുലുക്കി ഡാൻസ് ലീഡിനെ വരികയെ ഡാൻസ് കളിക്കും. എന്നാ ഞാൻ നിന്റെ ചന്തി ഒന്ന് കാട്ടിക്കേ. നിങ്ങളെൻ്റെ മൂട്ടിൻ്റെ അവിടെ എന്തൊരു സൗണ്ട് കേട്ടേ? എനിക്കറിയില്ലോ എന്ത് സൗണ്ട് ഇവിടെ. എനിക്ക് തോന്നുന്നു എടാ നീ പോയൊക്കൊന്നും വേണ്ട. ഇവരെവിടെ? നീ എവിടെ? അവിടെ എന്തീനെ അമ്മക്ക് പോയൊക്കൊന്നും വേണ്ട. ഇവിടുത്തെ ആൾക്കാർക്ക് വണ്ടി ഓടിക്കാൻ അറിയൂല. ഇവിടെ ഇതല്ലടോ ഇപ്പോഴത്തെ വിഷയം. നിൻ്റെ പറമ്പ് കയറി ഞാൻ തേങ്ങട്ട് ഇവിടുന്ന് ഒരു തീരുമാനം എടുത്തിട്ട് ഞാൻ പോവും. ഞാൻ നിൻ്റെ കയ്യിൽ ഞാനൊരു ഇവിടെ അടക്കി വെച്ച് തന്നിട്ട് എൻ്റെ ഉള്ളിൽ ഒരു തീരുമാനം എടുത്തിട്ട് അടക്ക ഞാൻ പൊട്ടിച്ചിട്ട് നീ ആ തീരുമാനം കണ്ടോ? അങ്ങനെ എനിക്ക് കാണാമെന്ന് വെച്ചു. എനിക്ക് വെച്ച കണ്ണു നോക്കാൻ. എടാ ഇവിടെ നീ ഇപ്പോൾ ഒരു ബിരിയാണി കഴിക്കുമോ? ബിരിയാണി 10 പ്ലേറ്റ് കഴിക്കും. അതേപോലെ തന്നെ അടക്കൻ്റെ ഉള്ളിൽ ഒന്ന് പൊളിച്ചാൽ മതി. പക്ഷേ എൻ്റെ പറമ്പിൽ തേങ്ങ ഇട്ട് ഇന്ന് തൊട്ട് ഞാനും ഉണ്ട് വിഷയത്തിൽ. എടാ എൻ്റെ പറമ്പിൽ തേങ്ങ ഇട്ട് നീ എന്താടാ കച്ചറ ഉണ്ടാക്കണേ? എൻ്റെ കൂടി പറമ്പാണ് കേട്ടോ. അന്നെ നിൻ്റെ പേരിൽ ഞാൻ ആ പറമ്പ് നിൻ്റെ പേരിലൊന്നും ആക്കി വെച്ചിട്ടില്ലല്ലോ. എൻ്റെ പേരാക്കി വെച്ചില്ലോ. നിനക്കോട് എഴുതിപ്പിച്ചു. ഞാൻ എഴുതിപ്പിച്ചാണെങ്കിൽ തന്നെ നിൻ്റെ 1,00,000 രൂപ ഞാൻ മാറ്റി വെക്കും. 1,00,000 അല്ല, 1 ട്രില്യൺ ഞാൻ മാറ്റി വെക്കും. പിന്നെ നമുക്കൊന്നും പേടിയില്ല. നീയൊക്കെ വാണെങ്കിൽ ഇവിടുന്ന് പോയിക്കോ. അല്ലെങ്കിൽ എൻ്റെ വായിലെല്ലാം കേൾക്കേണ്ടി വരും. പോരാ ഞാൻ കാണിച്ചു തരാം. ഇപ്പം കാണിച്ചു തരാം. കേട്ടില്ലേ? പോയിക്കോ. അങ്ങനെയോ പോരാ. നീ പോവൂലേ? നീ മുട്ടിൻ്റെ വെടി വെച്ചാൽ നീ പോവോ? നിനക്കൊന്നും കൊള്ളേ ഇങ്ങടിക്കാനായി നമ്മളെ ഫ്രണ്ടാണ് നോക്കുന്നു കൊന്നു കളി നമ്മളെ ജാതി അല്ല. പിന്നെ ഹായ് ഗൈസ്, നമ്മളെ സിറ്റിയിൽ കോമഡി ഡേ. നമ്മളെ സിറ്റിയിൽ കോമഡി ഡേ. അതുകൊണ്ടാണ് ഇന്ന് കുറച്ച് കോമഡി ആയേ. നമുക്ക് നമ്മളെ ജാക്കപ്പിനെ വിളിച്ചിട്ട് ഇങ്ങോട്ടൊന്ന് വരാൻ പറയാം. ഞാനായിട്ടില്ല പ്രശ്നം തീർക്കട്ടെ. ജാക്കപ്പനെ വിളിക്കട്ടെ. വാണി ഇവിടുന്ന് എൻ്റെ വയലിൽ കൊല്ലണമെങ്കിൽ ഇതാക്കണമെങ്കിൽ നീ പോര്. ഞാൻ അങ്ങോട്ട് വരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞാൻ വേരോടാ അങ്ങോട്ട്. നീ ഇങ്ങോട്ട് വന്നിട്ട് വായന ഞാൻ കാണിച്ചത്. അവനെ ഞാൻ ഒപ്പിച്ചു. എല്ലാ അടവൊക്കെ എന്തൊക്കെ പോട്ടെ. അവൻ്റെ പ്രശ്നം എന്താ അവൻ വന്നിട്ട് പറഞ്ഞുതരാം. എടോ നീ എന്തെല്ലാം അലച്ചൻ്റെ ഡ്രസ്സ് ഇട്ട് വന്നേ? അതോ അവനും കുറച്ച് വന്നാലും മുമ്പില്ലേ ഒരു ഷർട്ട് എണ്ണീനി. കൊല്ലത്തിൻ്റെ പേര് 2002. പൊട്ട നീ ഇതുവരെ കൊടുത്തതേ ഇപ്പം 2200 ആവാനായി. പക്ഷേ 200 ആവാനായിട്ടില്ല, 26 ആവാനായി. ഇപ്പം 2025. നീ എന്ന് കൊടുത്തതാണ്? ഞാൻ പോലും ജനിച്ചിട്ടില്ല അന്ന്. അല്ല പിന്നെ അതൊക്കെ ഒരു കാലല്ലടാ. അല്ല നിൻ്റെ പ്രശ്നം ഞാൻ തീർത്തുതരാം. നീ എന്താടാ നീ അടവ് എന്ന് ചോദിച്ചാൽ ഞാൻ നിൻ്റെ ഇന്ന് ഒരു അടവ് വാങ്ങിനോ? ഞാൻ വാങ്ങിക്കോളാം ഞാൻ. നീ വാങ്ങിട്ടില്ല എടാ പൊട്ടോ. നീ അല്ലോടോ 2 കൊല്ലം മുമ്പ് 5000 രൂപ വാങ്ങിച്ചു പോയ എന്നിട്ട് നീ എന്ത് തരാമെന്ന് പറഞ്ഞതാണ് 2 കൊല്ലം കഴിഞ്ഞിപ്പോൾ. അല്ല പിന്നെ
2 കൊല്ലം 2023 ഇതാക്കിയത് തന്നതാണ് എൻ്റെ പൈസ. ഈ 2 കൊല്ലമായിട്ട് എനിക്ക് കിട്ടിയില്ല. എന്താടാ ഒന്ന് പൈസ തോടോ. എൻ്റെ പൈസ അതാ ആ കിണറ്റിൻ്റെ ഉള്ളിലുണ്ട്, അല്ല സ്വിമ്മിംഗ് പൂളിൻ്റെ ഉള്ളിലുണ്ട്. പോയി നീങ്ക. അങ്ങനെ എനിക്ക് നീന്താൻ അറിയില്ല. ഞാനൊരു ബോട്ട് സങ്കല്പിച്ച് തരാം. ബോട്ടിന് ഞാൻ പൈസ കൊടുക്കൂല കേട്ടോ. ചേട്ടാ മണ്ട, നീ ഇല്ല അടുപ്പം ഞാൻ തീർത്ത് തരാം. ഒരു ഡേറ്റ് ഉണ്ട് 2027, അന്ന് ഞാൻ തരാം. ഓക്കെ, അപ്പോൾ നിന്റെ ഞാൻ പോട്ടെ. ഒരടവൊക്കെ തീർത്തപ്പോൾ എന്തൊരു സുഖം. അല്ല, മറ്റേ രമേശ് ചേട്ടൻ്റെ അത് കൊടുക്കാല്ലേ. ഓരായിട്ട് എൻ്റെ വായിലെല്ലാം പോയേ. അയ്യോ, എൻ്റെ കയ്യിൽ ആ രമേശ് ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഒരു 10 ലക്ഷം ഞാൻ ഇന്നലെ വാങ്ങിച്ചിന്. ഇന്ന് കൊടുക്കാന്ന് പറഞ്ഞേ. 2 ലക്ഷം ഇന്നലെ ഞാൻ വാങ്ങിച്ചിന്. എന്നിട്ട് ഇന്ന് കൊടുക്കാന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിലില്ല. ഇനിയിപ്പോൾ അതും ചോദിച്ച് ഇപ്പോൾ വരും. ഞാൻ അതും കൂടി ഇനി വായില്ല കേൾക്കാൻ പഠിച്ച റബ്ബേ. എന്നാ ഞാൻ തീരുമാനമായോ. എടോ നീ എൻ്റെ പൈസ താടാ. ചേട്ടാ എൻ്റെ കയ്യിലില്ല. നിന്നെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, പൈസ എന്തൊന്നും ഇല്ല പറഞ്ഞ. ബാക്കിയുള്ളവരൊക്കെ നിലവിളിക്കുമ്പോൾ നീ കൊല്ലൂലേ. അങ്ങനെ നീ കൊല്ലാൻ പറ്റൂലടാ. എടാ മക്കളെ, നിങ്ങോട്ട് ഒന്ന് വന്നേ. ഓഹോ, അങ്ങനെ കൊല്ലാൻ പറ്റൂല. അത്രക്കായം. ഓക്കെ, വെടിവെക്കാം. എടോ അങ്ങനെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് കരുതിയാ. എടാ അത് തുണ്ടൊക്കെ അങ്ങനെ നേരത്തെ എടുത്ത് കളഞ്ഞ്. ആൾക്കറിയാലോ നീ എന്ത് ചെയ്തു. ഞാൻ എന്താ ചെയ്യാ? അയ്യോ, ഒന്നും ചെയ്തു, ഞാൻ ചെയ്തു. അയ്യോ, എന്താ നല്ലത്. നമ്മളോടെ കളി ഗൈസ്. നമ്മളാരെന്നാ അവര് വിചാരം. ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇനിയൊരു 10-206 അടവും കൂടി ഉണ്ട്. അതൊക്കെ ഞാൻ എന്നാ തീർക്കാം. ഇപ്പൊ തന്നെ എൻ്റെ നടുവൊഴിയുമ്പോ അയ്യോ തീരുമാനാവും. ആരിപ്പം പൈസ എന്നാലുണ്ട് പൈസ എല്ലാവരുടെ അടുത്തൊന്നും അടവ് വാങ്ങിച്ചിട്ട്. പക്ഷെ ഇവനെന്നെ പറ്റിച്ച്. അവനെവിടെ? ഞാൻ തൂക്കെടുത്തു. സ്വിമ്മിംഗ് അവന് അമ്മക്ക് തന്ന പൈസ അല്ലേ, അവനത് രാത്രി വന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോയി. എന്നിട്ട് അവൻ ഇന്ന് രാവിലെ വെല്ലുവിളിക്കാൻ വന്നു. അമ്മോട് കളി കളിച്ച അങ്ങനെയല്ലേ ഇരിക്കല്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ. പിന്നെ നമുക്ക് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ ഇരിക്കരുത്. ഇരുന്നാൽ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഒന്നും കാണിച്ചല്ല. നിങ്ങൾ കുറച്ച് മിത്തൊക്കെ കമൻറ്റ് ചെയ്യും, അത് നമ്മൾ ചെയ്യുന്ന ആൾക്കാരം. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.